ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിമിനി വ്ലോഗ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു സെൽഫ് കെയർ റൊട്ടീൻ. അതായത് ഞാൻ വീട്ടിലിപ്പോൾ ഷൂട്ടിൽ അതൊക്കെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതായത് നെയിൽ പോളിഷൊക്കെ ഇട്ട് വൃത്തിയാക്കി വെക്കുക, മുഖം കുറച്ച് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കുറച്ച് എന്നെ തന്നെ ഞാൻ എന്നെ ഒന്ന് പാമ്പർ ചെയ്യുന്ന കുറച്ച് റൊട്ടീൻസ് ഉണ്ടല്ലോ. അതൊക്കെയാണ് ഇന്ന് വ്ളോഗായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് നെയിൽ പോളിഷ് ഭയങ്കര ക്രേസ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് നെയിൽ പോളിഷ് ഇടണം. ഇതൊരു ഗ്ലിറ്ററിങ് ഉള്ളൊരു നെയിൽ പോളിഷാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നെയിൽ പോളിഷ് ഇടാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡിൻ്റെയാണ്, ഒരു ഗോൾഡ് ഗ്ലിറ്ററിങ്ങിൻ്റെ ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ നെയിൽ പോളിഷ് ഭയങ്കര ക്രേസുള്ള ഒരാളാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ നെയിൽസിന് ഏറ്റവും പൊട്ടയാണ്. അതുകൊണ്ട് ഞാൻ ഇത്തവണ ഷൂട്ടിന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ നെയിൽ പോളിഷ് എല്ലാം കളഞ്ഞു വെച്ചു. കാരണം ഇനി ഷൂട്ടിന് പോകുന്ന ടൈമിലിടാം. അത്രയും ദിവസമെങ്കിലും എൻ്റെ നെയിൽസിനൊക്കെ ഒന്ന് ശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇത്തവണ അത് ഷൂട്ടിന് പോകുന്ന സമയമായപ്പോഴാണ് വീണ്ടും നെയിൽ പോളിഷ് എല്ലാം ഇട്ട് തുടങ്ങിയത്. രണ്ട് കയ്യിൽ നമ്മൾ 2 കോട്ട് ഇട്ടു കേട്ടോ. ഫേസിലേക്ക് നോക്കുമ്പോഴേ ഒരുപാട് പരിപാടികൾ ചെയ്യാനുള്ളതുകൊണ്ട് എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. ആക്ച്വലി നമുക്ക് ആദ്യം ഫേസ് റൈസർ ചെയ്യാം. എനിക്ക് ഫേഷ്യൽ ഹെയർസ് കുറച്ച് അധികമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ചൂടിൻ്റെ അതുകൊണ്ടായിരിക്കും പിമ്പിൾസൊക്കെ ഒന്ന് കുറഞ്ഞതായിരുന്നു. പിന്നെയും പിമ്പിൾസ് വന്നു, കറണ്ട് പോയതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതായത് ഫേസ് റൈസർ യൂസ് ചെയ്യുമ്പം എനിക്ക് അറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ റേസർ യൂസ് ചെയ്യരുത്. എന്തെങ്കിലും അലോവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഫേസ് റൈസർ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാനിവിടെ ഒരു അലോവേറ ജെൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് റൈസർ എടുക്കുന്ന കൂടുതൽ ഒറിജിനൽ ഹെയർ പോരാതിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം ഫേസ് റൈസർ ചെയ്തതിൻ്റെയാണ് ഇത്. കാരണം പുതിയതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ആക്രാന്തം കാണിച്ചതുകൊണ്ട് മുറിഞ്ഞു പോകുന്നു. നമ്മുടെ മാരകായുധം നമ്മളെടുത്തു. തുടങ്ങാൻ കട്ടിങ് ഷെയ്ഡിങ്. ഞാനിവിടെ എൻ്റെ കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കി ചെയ്യാം. കാരണം ക്യാമറ നോക്കി ചെയ്താൽ ഞാൻ പിന്നെയും കീറുമെന്ന് എനിക്കൊരു പേടിയുള്ളത് കൊണ്ട് നമുക്ക് കണ്ണാടി നോക്കി ചെയ്യാം. ഈ കുഞ്ഞുമുടി ഞാൻ കട്ട് ചെയ്തിരുന്നാൽ മതിയായിരുന്നു. ഈടൊന്നും ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു, കുറച്ച് കുറവാണ് കേട്ടോ. ആക്ച്വലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആവും കേട്ടോ. അതായത് നമുക്ക് പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കും ഫേസിൽ. കണ്ടോ, കുട്ടി 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 ഹെയർസ് ഉണ്ട്. ക്രീം ഇട്ടത് കൊണ്ട് അല്ലെ അലോവേറ ജെൽ ഇട്ടുകൊണ്ട് പെട്ടെന്ന് നമുക്കതൊന്ന് പോരും. ഈ മുടി ഒരു ബാധ്യതയില്ല. ഈ സൈഡിലുണ്ടായിരുന്നു ഗൈസ്. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ തവണ മുറിച്ചത്. ഫേസ് റൈസർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. എന്നിട്ട് ആ വാട്ടറൊക്കെ ഞാനൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനിയാണ് എൻ്റെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് എടുക്കലാണ്. കാരണം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് നോസ് ഏരിയയിൽ നല്ല ഓയിലി ഏരിയ ആയതുകൊണ്ടും എനിക്ക് പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നോസ് ഏരിയയിലും പിന്നെ അങ്ങനെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരും തോന്നിയ ഏരിയയിലെല്ലാം ഞാൻ ഒന്ന് ഇത് വെച്ച് യൂസ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് പോകുന്നു കേട്ടോ. പീകം പ്ലക്ക് ചെയ്യുന്നതാണ്. കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ ത്രെഡ് ചെയ്യാൻ പണ്ടൊക്കെ പോകുമായിരുന്നു, എപ്പോഴും ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്യാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ നോക്കുക, എനിക്കിപ്പോൾ നന്നായിട്ട് പീകം വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കൊന്ന് പ്ലക്ക് ചെയ്തൊരു ലെവലിലാക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അതാണ് ഒരെണ്ണം ചെയ്യുമ്പോൾ ഒരെണ്ണം വേറെ രീതിയിലായി പോകില്ല. അപ്പോൾ അത് നോക്കി ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. കോൺസെൻട്രേഷൻ വേണം ഗൈസ്. ഒരു സൈഡ് വേനെടുക്കുമ്പോൾ നമ്മൾ മറ്റേ സൈഡിൽ മാറി മാറി എടുക്കണമല്ലോ. അങ്ങനെയാണല്ലോ കാണിച്ചത് എങ്ങനെ എടുക്കുന്നതിന്. എനിക്കെൻ്റെ പിരികം പറഞ്ഞു ഒന്നിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കൂട്ടൂരായതുകൊണ്ട് തന്നെ ഞാൻ സെൻറ്ററിൽ കുറച്ച് എടുത്ത് വിടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്യാപ്പ് വിടുന്നുണ്ട് കേട്ടോ. നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ ഇപ്പോൾ പിരികത്തിന് സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിരികവും നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ എക്സ്ട്രാസ് ഉണ്ടായിരുന്നത് മാത്രമേ ഞാൻ എടുത്ത് കളഞ്ഞോളൂ. പിന്നെ ബാക്കി ഒത്തിരി ഷേപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലാണ്ടായി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിരികം ഒന്ന് ഷേപ്പ് ചെയ്ത് ജസ്റ്റ് എക്സ്ട്രാസ് വളർന്നത് മാത്രം എടുത്ത് വെച്ച് നമ്മുടെ പിരികവും കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഫേസ് റൈസേഴ്സ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ ഹെയർസും ഐബ്രോസും ഒക്കെ എടുത്ത് കുറച്ച് ഫേസൊക്കെ ഒന്ന് സെറ്റായി വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു.
ഇത് എല്ലായിടത്തും കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് ആണ്, ഫേസ് ഷീറ്റ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിപ്പോൾ ഗ്രീൻ ടീയുടേതാണ്, ഗാർണിയറിൻ്റേത്. കാരണം അത് കുറച്ച് ഈ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണെന്നാണല്ലോ പറയുക. അപ്പം അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, 2-3 ഉണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ചൂടൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ കിടന്നുറങ്ങുമല്ലോ, അപ്പോൾ ഞാൻ ഇതിട്ടിട്ടാണ് ചിലപ്പോൾ കിടന്നുറങ്ങുക. അപ്പം അടുത്തത് ഇതിടാം നമുക്ക്. നമ്മുടെ ഫേസ് ഷീറ്റ് എടുത്ത് ഫേസിലേക്ക് വെച്ചു കേട്ടോ. അത് കറക്റ്റായിട്ട് അതിനുള്ള കട്ട്സ് എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ ഫേസിൽ വെക്കുക. 15 മിനിറ്റ് എന്നാണ് നമ്മൾ അതിൻ്റെ ബാക്കിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഫേസ് ഷീറ്റ് മാറ്റിയിട്ടോ. ഒരു കുറച്ച് നല്ല സിറം നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആയതുപോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒക്കേഷനൊക്കെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഞാനിതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ദേ നമ്മുടെ അമ്മന് മുത്ത് ഇവിടെ കണ്ട് നല്ല സൂപ്പർ ഉറക്കമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇവിടെ ഉറങ്ങുന്ന കാണുമ്പോൾ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നൊരു അസുഖമുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് എന്തോ എൻ്റെ കൊച്ചിനെ വെറുതെ വിട്ടു. എന്നിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ടാസ്കിലേക്ക് പോയി. നമ്മൾ കയ്യിൽ മാത്രമായിരുന്നു നേരത്തെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാലിലും കൂടി ആ സെയിം കളർ ഷെയ്ഡിലുള്ള നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഹെയറിലേക്ക് കടന്നു കേട്ടോ. ഹെയർ നല്ല ഡ്രൈയും സ്പ്ലിറ്റും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മര്യാദയ്ക്ക് കെയർ ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിനെ നന്നായിട്ട് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഒരു സ്പാ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെയർ വാഷ് ചെയ്തിട്ട് ഈ സ്പാ ക്രീം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പാ ക്രീം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സലൂണിലൊക്കെ പോവുകയാണെങ്കിൽ ഓരോ പോർഷനും എടുത്തിട്ട് അവർ ചെയ്തിട്ട് പിന്നെയാണ് മസാജൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഓരോ പോർഷനായിട്ടൊക്കെ എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് മര്യാദയ്ക്ക് മസാജൊക്കെ ചെയ്ത് കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടി വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാൻ പോയി കുളിച്ചു. ഞാൻ ഫ്രഷ് ആയിട്ട് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ വ്ളോഗ് എന്നൊക്കെ പറയാനായിട്ട്. അങ്ങനെ വലിയ പ്രൊഡക്ട്സ് ഒന്നും അധികം ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നില്ല. കുളിച്ച് കഴിഞ്ഞ് വന്നാലും ചിലർ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അതൊക്കെ തേക്കാറുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനേക്കാൾ ഒരു മാറ്റം ഫീൽ ചെയ്തതൊന്നും ഞാൻ ചെയ്യാതിരിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പം കുളിച്ച് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഓരോ സ്കിൻ കെയർ റുട്ടീൻസൊക്കെ ഫോളോ ചെയ്യുന്നവർ ചെയ്തോളുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ, അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ തന്നെ ഞാനൊന്ന് സംരക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. സോ ബൈ.